ഹായ്. അപ്പോൾ അണിഞ്ഞൊരുങ്ങി ഞാനിതാ രാത്രി തേരാപ്പാര നടക്കുകയാണ് കേട്ടോ. അപ്പോൾ വേറെ ഏതോ റോട്ടിലല്ല, നമ്മളെ സ്വന്തം നാട്ടിൽ നമ്മളെ സ്വന്തം റോട്ടിൽ കൂടിയാണ് ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മളൊരു കാവാണിത്. നമ്മളെ വീഡിയോസിലൊക്കെ കാണുന്ന, അധികം നമ്മളെ വീഡിയോസിലൊക്കെ ഉണ്ടാകുന്ന ഒരു കാവാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ അമ്മൂൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കാവ്, അങ്ങനെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയാൻ പറ്റും. അമ്മൂൻ്റെ വീടായിട്ട് ആ ബാക്കിൽ കാണുന്നത്. അപ്പോൾ ഞാൻ കാവിൽ കയറി ഒന്ന് തൊഴുതിട്ടൊക്കെ വന്ന് ഒരു കുറിയൊക്കെ വെച്ച് വന്നതാണ്. ഇനിയിപ്പം ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നടക്കാമെന്ന്. തെയ്യം ഇറങ്ങുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഞങ്ങളൊന്ന് ഓരോന്നിനെയൊക്കെ വിളിച്ചെണീപ്പിക്കുകയാണ്. ഓരോന്നെല്ലാം അതിൻ്റെ ഇടക്കിടക്കെല്ലാം ഇരിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടെണ്ണത്തിനെ അവിടെ നിന്ന് ഞങ്ങൾ തട്ടിയിട്ടുണ്ട്. അങ്ങനെ അവരെയും കൂടി ഞങ്ങൾ പാക്ക് ചെയ്തിട്ട് ഞങ്ങളൊന്ന് നടക്കാമെന്ന് വിചാരിച്ചു. രാത്രി ഇങ്ങനെ എല്ലാവരും കൂടി നമ്മൾ ടീമൊക്കെ ആയിട്ട് നല്ല എന്താ പറയുക, നല്ല രസമല്ലേ, അതൊരു വൈബാണല്ലേ. അപ്പോൾ നാട്ടിലൊക്കെ ഉത്സവം വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഭയങ്കര ഒരു രസം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പാലത്തിൻ്റെ മേലെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ തെയ്യം ഇങ്ങനെ കിട്ടുന്നതൊക്കെ കാണാം കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങളെ ലക്ഷ്യം എന്ന് വെച്ചാൽ ആ പാലത്തിൻ്റെ ഗ്യാപ്പിൽ പോയിട്ട് നിൽക്കണം കേട്ടോ. അപ്പം മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആട്ടോ ഇത്. അത് നല്ല രസമാണ്. അതാ അതിൻ്റെ ആ ഏട്ടന്മാരെ ഗ്യാപ്പിൽ പോയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ള പോക്ക് കേട്ടോ. അവിടെ നോക്കുമ്പോൾ നല്ലൊരു എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും. അങ്ങനെ താഴത്തിരിക്കുന്നവരെയും കാണാം. അവരെ നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യാം. അവർക്ക് നമ്മളെയും കാണാൻ പറ്റും. നമ്മളെ നോക്കിയിട്ട് അവർക്ക് അതും പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ തെയ്യം ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഞങ്ങൾ ആ വ്യൂ ഒക്കെ കണ്ട്, ആ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് നേരം പാലത്തിൻ്റെ മേലെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ നിന്ന് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് മടങ്ങിയായിരുന്നു. അപ്പോൾ ആ ലക്ഷ്യസ്ഥാനം നമ്മളെ കലവറയാണ്. കലവറയിലേക്ക് മടങ്ങുന്ന സമയത്ത് നമ്മൾ അമ്മുവിനെയും കുഞ്ഞിനെയും കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ ഇവർ നോക്കുന്നുണ്ട്, പക്ഷെ നോക്കുമ്പോൾ ഇവർ അമ്മയും മോളും കൂടി മേലെയാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ നിൽക്കട്ടെ. ഇന്ന് മുറ്റത്ത് ഉത്സവമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരത്ത് കണ്ണും വീഴ്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉറക്കമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് ഉത്സവത്തിന് ആരെങ്കിലും ഉറങ്ങുമല്ലേ. അപ്പോൾ കുറച്ച് സമയം അതിനെ കളിപ്പിച്ച് ഞങ്ങളിങ്ങനെ നിന്നു. മെല്ലെ അമ്മു ചോട്ടനെയും കൊണ്ട് ടാറ്റ ബൈ ബൈലും പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. രജീഷ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ക്യൂ വന്നേക്കണത്. ഇനിയിപ്പോൾ ഞങ്ങൾ മെല്ലെ ക്യൂവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തടുത്തായിട്ട് വരികയാണ്. ഉത്സവം ഇവിടെ തന്നെയാണ് കേട്ടോ. അമ്മൂന് നല്ല സുഖമായിട്ടാ കാഴ്ചയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ കലവറയിലൊക്കെ നീങ്ങി ഇനിയിപ്പോൾ ഫുഡ് കഴിക്കലായിട്ടാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സദ്യയൊക്കെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിരന്നിരുന്നിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പം കുറേ ടീമൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാവരും ഉണ്ട്. പിന്നെ ചോറ് വന്നു. അപ്പം നല്ല കൂട്ടുകറി. അങ്ങനെ എൻ്റെ ഇലയിൽ വീഴാത്ത വേറെ എന്തെങ്കിലും അപ്പുറത്തെ ഇലയിൽ വീണിട്ടുണ്ടോ എന്നുള്ളൊരു നോട്ടം ഞാൻ അപ്പുറത്തോട്ടൊന്ന് ഓടിച്ചിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ തൈര് മാത്രം കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു കുഴച്ച് പിടിച്ചു. പിന്നെ നമ്മൾ അച്ചാറ്, വറവ്, അങ്ങനെയുള്ള സാധനങ്ങൾ അതെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം അവിടെ ഇരുന്ന് പിന്നെയും കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ വിചാരിച്ചു ലാസ്റ്റ് ഐസ്ക്രീം കഴിക്കാമെന്ന്. കാരണം ഫസ്റ്റ് ഡേ ഐസ്ക്രീം കഴിച്ചാൽ നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ പോവില്ലേ, അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പോകാനാവുമ്പോൾ ലാസ്റ്റ് വെച്ചടിക്കുക ഐസ്ക്രീം എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങളിതാ മെല്ലെ നമ്മളെ റൂട്ടിലേക്ക് നീങ്ങി വരികയാണ്. പിന്നെയും നമുക്ക് പോകാൻ സമയമായിട്ടില്ല. ഓരോരുത്തരെ കണ്ടു, നമ്മളെ ടീമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, ഉത്സവത്തിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതന്നെ കേട്ടോ ഒരു രസമല്ലേ, എല്ലാവരുമായിട്ട് ഓരോരോ കാഴ്ചകൾ. അവളാണെങ്കിൽ എൻ്റെ കമ്മലിൻ്റെ കണ്ണും വെച്ചിട്ടുണ്ട്. ഇനി എന്താവുമെന്ന് അറിയില്ല. ഇതൊരു ഗർഭിണിയാണ് കേട്ടോ. പൂർണ്ണ ഗർഭിണിയാണ്. ഏകദേശം ഡേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഒരുത്തി വന്നിട്ടാണ് എനിക്ക് ഫുഡ് കയറുന്നത്. അങ്ങനെയല്ല, അത് ശരിയാവില്ല, ഞാൻ സമ്മതിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. മെല്ലെ നമ്മളെ ഉത്സവത്തിന് ആളൊക്കെ കുറഞ്ഞു വരികയാണ്. ഇനിയും ഞങ്ങൾക്ക് കുടുംബം പിടിക്കാനായില്ലേ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പെൺപടകൾ ഇനി കുടുംബം പിടിക്കാൻ പോവുകയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ചെറിയ നൈറ്റ് വീഡിയോ ആണ് എല്ലാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ.